പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് പരീക്ഷാ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഏകദേശം 4 മാർക്കിന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരും, എങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം. पोधी पढ़ी पढ़ी जग मुआ पंडित बयान कोई टाई आकर प्रेम का पढ़े सो पंडित होई. ഇത് കബീർദാസിന്റെ ദോഹയാണ്. ഇത് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചതാണ്. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്: ഇൻമേ സ്നേഹ് കാ സമാനാർത്ഥി ശബ്ദ കോൻസാ ഹെ. അതായത് ഈ 2 വരികൾ നന്നായിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഇൻമേ സ്നേഹ് കാ സമാനാർത്ഥി ശബ്ദ്. ഇതിൽ സ്നേഹം എന്നതിൻ്റെ സമാനാർത്ഥമുള്ള പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ലൈനുകളിൽ തന്നെ ഉണ്ട് അല്ലേ, പ്രേം. ആൻസർ എന്താണ്? പ്രേം. അടുത്ത ക്വസ്റ്റ്യൻ: യഹാം പോതി ശബ്ദ കാ അർത്ഥ ക്യാ ഹെ. ഇവിടെ നിങ്ങൾ പോതി പടി പടി ജഗ് മുവ, ഈ പോതി എന്നതിന്റെ ഈ ശബ്ദിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോതി ശബ്ദിന്റെ അർത്ഥം എന്താണ്? മോട്ടി കിതാബ് അഥഹ ഗ്രന്ഥ്. തടിച്ച ബുക്ക്, വലിയ വലിയ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ എന്നാണ് ഈ പോതി എന്ന ശബ്ദത്തിന്റെ അർത്ഥം. അടുത്തത്: പടി പടി പ്രയോഗ സേ ആപ് ക്യാ സമജ്തേ ഹെ. പടി പ്രയോഗത്തിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതായത് പടി എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അങ്ങനെയും ചോദിക്കാം. പടി പടുക്കർ. എന്താണ്? പടുക്കർ, വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ട്. പടുക്കർ പഠിച്ചിട്ട്. അടുത്ത നോക്കാം. യഹാം ജഗ്മുവ ശബ്ദ കാ അർത്ഥ ക്യാ ഹെ. ജഗ്മുവ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസാർ മർ ഗയ. എന്താണ്? സംസാർ മർ ഗയ എന്നാണ് ജഗ് മുവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ജഗ് സംസാർ, മുവ മർ ഗയ, സംസാർ മർ ഗയ. യഹാം കാ ടായി അക്ഷർ വാല ശബ്ദ കോൻസാ ഹെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ടായി അക്ഷർ, ടായി എന്ന് പറഞ്ഞാൽ 2.5. ടായി 2.5. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ 2.5 അക്ഷരം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്രേം. പ്രേമിന് 2.5 അക്ഷരം ഉണ്ട്. പ പിന്നെ മ. പ്രേം അതിന്റെ അര, 2.5 അക്ഷരമായി. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടായി അക്ഷരം ഏതാണ്? പ്രേം. ഇൻ പങ്ക്തിയോ കാ മുഖ്യ വിഷയ് ക്യാ ഹോഗ. ഈ വരികളിലെ മുഖ്യ വിഷയം എന്താണ്? ഈ വരികളിൽ കബീർദാസ് പറഞ്ഞിരിക്കുന്ന ഈ വരികളിലെ മുഖ്യ വിഷയം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? പ്രേമ, സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് ഈ വരികളിൽ പറയുന്നത് അല്ലേ. ഇനി അടുത്തത് നോക്കാം. ജീവൻ മേ ഹമേ ദൂസരോ കെ സാത്ത് കൈസേ വ്യവഹാർ കർനാ ചാഹിയേ. ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? പ്രേമസേ സ്നേഹത്തോടെ, നാരാസേ ദേഷ്യത്തോടെ, പിണക്കത്തോടെ, സ്നേഹത്തോടെ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? പ്രേമസേ അല്ലേ, സ്നേഹത്തോടെയാണ് നമ്മൾ പെരുമാറേണ്ടത്. हम अपने माँ बाप के साथ, दोस्तों के साथ प्रेम पूर्ण व्यवहार दिखाते हैं तो हमें कौन सा अनुभव होता है? നമ്മള് സ്വന്തം മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടും നല്ല പെരുമാറ്റം കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നത്? ഖുശിക്ക അനുഭവ്, സുഖ്, ഖുശി, സന്തോഷ്. അതിലേതാണ്? ഖുശിക്ക അനുഭവ്. നമ്മൾ മറ്റുള്ളവരോട് നല്ല പെരുമാറ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഖുശിക്ക അനുഭവ് ഹോത്തായ, നമുക്ക് സന്തോഷാനുഭവം ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്കും എന്തുണ്ടാവും? ഖുശിയിലെ, അവർക്കും ഖുശിയാണ് ഉണ്ടാവുന്നത്. പോതി പടി പടി ജഗുമുവ പണ്ഡിത് ബയാന കോയ്
ढाई अक्षर प्रेम का पढ़േസോ പണ്ഡിത് ഹോയ് എന്ന കബീർ ദാസിന്റെ ഈ വരികളുടെ മീനിങ്, അതായത് ഈ വരികളുടെ ആശയമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് 4 മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ വരികളുടെ ആശയം എഴുതാൻ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിക്കുകയാണെങ്കിൽ അതിന് 4 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, നോക്കാം. कबीर अपने इस दोहे की पंक्तियों में प्यार का महत्व प्रकट करते हैं. കബീർദാസ് അദ്ദേഹത്തിന്റെ ഈ ദോഹയിലൂടെ സ്നേഹത്തിന്റെ മഹത്വത്തിനെ കുറിച്ചാണ് പ്രകടമാക്കുന്നത്. ഉനിക്ക കഹ്ന ഹേ കി, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. മോട്ടി മോട്ടി കിതാബേ പഠത്തെ പഠത്തെ സംസാർ മേ കിത്തനെ ഹി ലോഗോ കി ജിന്ദഗി ബീത് ഗയി. വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് സമൂഹത്തിൽ എത്രമാത്രം ആളുകളാണ് ജീവിച്ച് മരിക്കുന്നത്. ഒരുപാട് ആളുകൾ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിച്ച് പണ്ഡിതന്മാരായിട്ട് ജീവിച്ച് മരിക്കുന്നു. ऐसे पुस्तकें पढ़ते रहने से ही कोई भी असली विद्वान न बन सका. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം ആരും തന്നെ അസലി യഥാർത്ഥ വിദ്വാനാകുന്നില്ല, യഥാർത്ഥ വിദ്വാനാകാൻ കഴിയുന്നില്ല. യദി कोई प्रेम या प्यार का महत्व अच्छी तरह समझ ले तो वही सच्चा ज्ञानी होगा. ആരാണോ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ മഹത്വമായിട്ടുള്ള ഈ 2.5 അക്ഷരം നന്നായിട്ട് മനസ്സിലാക്കുന്നത്, അയാളാണ് യഥാർത്ഥത്തിൽ സച്ചാജ്ഞാനി, അവനാണ് യഥാർത്ഥത്തില് നല്ല ജ്ഞാനിയായി മാറുന്നത് എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. ഈ വരികളിലെ മീനിങ് ആയിട്ട് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. ബിനാ പ്യാർ സേ ജ്ഞാൻ നഹീ ഹോഗാ, प्यार के बिना कोई ज्ञानी न होगा. प्यार के बिना कोई ज्ञानी न होगा. സ്നേഹമില്ലാതെ, സ്നേഹം എന്ന ആ 2.5 അക്ഷരം ഇല്ലാത്തവരാരും തന്നെ ജ്ഞാനിയാകുന്നില്ല എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മിലാൻ കരീം എന്ന് പറഞ്ഞിട്ട് ഇതാ പോതി, ജഗ്, ആഖർ, പടി പടി, മുവ, പണ്ഡിത്, ഇത്രയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മിലാൻ കരി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ മിലാൻ കരി എന്നായിട്ടായിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ നോക്കിയതുപോലെ 1 വേർഡ് ആയിട്ട് 1 മാർക്കിനായിരിക്കാം ചോദിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഇത്രയും കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഈ ഭാഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളതാണ്. ഇത്രയും ഭാഗം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം. പോതി എന്ന് പറഞ്ഞാൽ മോട്ടി കിതാബ്, പോതി മോട്ടി കിതാബ്, ജഗ് സംസാർ. ഇത് മിലാൻ കരി ഞാൻ ശരിയായിട്ടാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത് തെറ്റായിട്ടായിരിക്കും തരിക, സ്ഥാനം മാറ്റിയാണ് തരുന്നത്. പോതി എന്നതിൻ്റെ മോട്ടി കിതാബ് എന്ന ആൻസർ വേറെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളത് ശരിയായിട്ട് കറക്റ്റായിട്ട് ചെയ്യണം. അറിയാലോ മിലാൻ കരീം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഇത് ഞാൻ ശരിയായിട്ടാണ് തന്നിരിക്കുന്നത്. പോതി മോട്ടി കിതാബ്, ജഗ് സംസാർ, ആഗർ അക്ഷർ, ആഗർ എന്ന് പറഞ്ഞാൽ അക്ഷർ, പടി പടി പഠിക്കർ, മുവ മർ ഗയ, പണ്ഡിത് ജ്ഞാനി. ഇത്രയാണ് നിങ്ങളെ കറക്റ്റായിട്ട് നോക്കി പഠിച്ചു വെക്കേണ്ടത്. ഈ കാര്യങ്ങൾ തന്നെ ഇതിൽ തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ കവിതയുടെ കബീർദാസിന്റെ ഈ ദോഹയുടെ ആശയവും കൂടെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതായത് കബീർദാസ് പറഞ്ഞിരിക്കുന്നത് വലിയ വലിയ തടിച്ച പുസ്തകങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം ആരും തന്നെ ജ്ഞാനികളാകുന്നില്ല. സ്നേഹം എന്ന ആ 2.5 അക്ഷരം ആരാണോ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നത് ആ ആളാണ് യഥാർത്ഥത്തിൽ ജ്ഞാനി എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. പോതി മോട്ടി കിതാബ്, ജഗ് സംസാർ, ആകർ അക്ഷർ, പടി പടി പഠിക്കർ, മുവ മർ ഗയ, പണ്ഡിത് ജ്ഞാനി. അത്രയാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്നും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ 4 മാർക്ക് വാങ്ങാൻ പറ്റും.
നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ.